എന്നെ ഇവിടെ ആൾക്കാർ വിളിക്കുന്നത് എന്തെന്നാണ്? എല്ലാരും വിളിക്കണം, കള്ളൻ എന്നാണ് വിളിക്കണം. അങ്ങനെ ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾ തേമ്പാമൂട് വന്നിട്ട് വിജയൻ എന്ന് തിരക്കിയ ഏത് വിജയൻ എന്ന് ചോദിക്കും, പക്ഷെ കള്ളൻ എന്ന് തിരക്കിയ ആരെന്ന് ചോദിക്കില്ല. വലിയ വിവാദമായി കള്ളം വിജയൻ എന്ന് എഴുതി കാണിക്കുന്നത്. അങ്ങനെയാണ് ഞാനും വാർത്തകളിൽ അറിഞ്ഞത്. കള്ളം വിജയന്റെ ഇത് വലിയ വിവാദം. അത് പേടിക്കാൻ എന്ത്? നമ്മൾ ആരെങ്കിലും പിന്നെ കൊലപാതകം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ ഭയക്കാൻ തോന്നുന്നു. അപ്പോഴും നമുക്ക് അറിവായപ്പോഴേ കള്ളൻ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതിൽ വിജയനും കൂടെ ചേർത്ത് കള്ളം വിജയൻ എന്നാണ് അനൗൺസ് ചെയ്തത്. അല്ല, പാർട്ടി എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അമിതമായ പാർട്ടി വിശ്വാസം അത് ഇലക്ഷന് മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ വായിക്കണില്ലെങ്കിൽ നമുക്കതിന് സമയമില്ലല്ലോ. നമ്മൾ കൂലി വേലക്കാരനല്ലേ, നമ്മൾ ഇറങ്ങി പോകും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തുള്ള മുത്തിപ്പാറ ധന്യ നാടക ഗ്രാമത്തിലാണുള്ളത്. ഇവിടെയാണ് നമ്മൾ അന്വേഷിച്ചു വന്ന കള്ളൻ വിജയൻ ചേട്ടനുള്ളത്. വിജയൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടൻ അന്വേഷിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ അതെ. എന്തൊക്കെയാണ് ചേട്ടൻ്റെ വിവാദവുമായിട്ട് പറയാനായിട്ടുള്ളത്, പിന്നെ നമ്മുടെ നാടക ഗ്രാമത്തെ പറ്റിയും പറയാനായിട്ടുള്ളത്? വിവാദങ്ങളെല്ലാം പത്രത്തിലും ചാനലിലും വരെയല്ലേ, അപ്പൊ പിന്നെ അതൊരു വിവാദം ഇല്ലല്ലോ, അത് കഴിഞ്ഞു പോയി. അതിന് വിവാദമാക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് നാടകത്തെ കുറിച്ച് പറയാം. ഇപ്പൊ നടക്കുന്ന ചങ്ങനാശ്ശേരി അണിയറയുടെ സ്ഥിര നാടകമാണ്. 25-ാം തീയതി ഫൈനൽ റിഹേഴ്സലാണ്. അത് കഴിഞ്ഞ 26-ാം തീയതി കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ 6:30 ഉദ്ഘാടനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നാടകം കാണാൻ വേണ്ടി. പിന്നെ അതിൽ പ്രഗത്ഭരായ നടന്മാർ നടികളാണ് അഭിനയിക്കുന്നത്. തിരുവല്ല വാവുരാജ് ഏട്ടനെ പോലെയുള്ള പ്രഗത്ഭരാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാടകത്തിനെ ഞാൻ സ്വാഗതം ചെയ്യണം. ബാക്കി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. നാടക മേഖലയിലുള്ള പല ആൾക്കാർക്കും കള്ളൻ വിജയൻ എന്ന് പറയുന്ന കലാകാരനെ അറിയാം. അപ്പോൾ നമുക്ക് അങ്ങയുടെ നാടക ജീവിതവും അതിലേക്ക് നമുക്കൊന്ന് പോവാം. എങ്ങനെയാണ് നാടക ജീവിതത്തിലേക്ക് വരുന്നത്? ഞാൻ നാടക ജീവിതത്തിലേക്ക് വരുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രൊഡ്യൂസർ നാടകം ഇറക്കുന്നു. അങ്ങനെ എനിക്കൊരു 16 വയസ്സ് പ്രായമുള്ളപ്പോൾ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയതാണ്. തിരുവനന്തപുരം സൗപർണിക എന്നും പറഞ്ഞു. അവിടെ നിന്നും ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പിറ്റേ വർഷം നാടകം ഇറക്കിയില്ല. രണ്ടാമത് വീണ്ടും ഇറക്കി സംഘചേതന. വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് തുടർന്ന് 36 വർഷം നാടക ട്രൂപ്പിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും കൂടെ മടിയിലിരുത്തി കൊച്ചു കള്ള എന്ന് വിളിച്ച പേര് അന്നൊക്കെ ഈ നാടകത്തിലും അനൗൺസ് ചെയ്യുന്നത് അത് തന്നെയാണ്. 16 വയസ്സായതുകൊണ്ട് അപ്പോഴും നമുക്ക് അറിവായപ്പോഴേ കള്ളൻ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതിൽ വിജയനും കൂടെ ചേർത്ത് കള്ളം വിജയൻ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അത് തുടർന്ന് എല്ലാ സമിതികളിൽ പോകുമ്പോഴും ഈ പേര് തന്നെയാണ് വിളിച്ച് പറയുന്നത്. ഏത് പാതിരാത്രി ഉത്സവപ്പറമ്പിൽ വിളിക്കുന്ന കള്ളം വിജയൻ എന്നാണ്. ഞാൻ ബോംബെയിൽ ഒരു നാടകമായിട്ട് പോയിരുന്നു. അവിടെ കളിച്ചപ്പോഴും കള്ളം വിജയൻ തന്നെ അനൗൺസ് ചെയ്യുന്നത്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ അത് തുടർന്ന് ഇങ്ങനെ വന്ന് എനിക്ക് 36 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറക്കമൊഴിയാൻ വയ്യാത്തത് കൊണ്ട് നാടകക്കാരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ. ഈ നാടകക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംരംഭം കേരളത്തിലില്ല. ഒന്നിനും നമ്മൾ ഏതെങ്കിലും ഓഡിറ്റോറിയം എടുക്കണം, അല്ലെങ്കിൽ അമ്പലപ്പറമ്പിലെ സ്റ്റേജുകളിൽ പോകണം. അപ്പം അത് വളരെ ഒരു സമയത്ത് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഈ സംരംഭം തുടങ്ങി. ഇപ്പോൾ 4 വർഷമായി. ഇതിനിടയ്ക്ക് ഒരുപാട് ചാനലുകാരും പത്രക്കാരും ഒക്കെ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാത്തിനും കള്ളം വിജയൻ തന്നെ വന്നിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ദേശാഭിമാനിയിൽ നിന്ന് 2 പേര് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ്റെ ഒരു ഇതെടുക്കണം, എൻ്റെ ഒരു എടുക്കണമെന്ന് ഞാൻ കൊടുത്ത് അതിൽ കള്ളം വിജയൻ തന്നെ കൊടുത്തതും കുറേ ദിവസം കഴിഞ്ഞ് ഫോട്ടോ ആവശ്യപ്പെട്ട് ഫോട്ടോ കൊടുത്ത് അവർ ഫോട്ടോ കൊടുത്തിട്ട് ഞാനിതെന്ന് വരുമെന്നോ വരില്ലെന്നോ ഒന്നും ഞാൻ പിന്നെ വിളിച്ച് ചോദിക്കാറുമില്ല. വരട്ടെ വരല്ലേ നമുക്ക് അതിലൊന്നുമില്ല. പലരും നമ്മളിൽ മാതൃഭൂമിയിലൊക്കെ കള്ളം വിജയൻ വന്ന കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു വലിയ വിവാദമായി. ഞാൻ ഒരു ദിവസം എന്നെ ആരോ വിളിച്ചാണ് ഉച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോൾ വലിയ വിവാദമായി കള്ളം വിജയൻ എന്ന് എഴുതി കാണിക്കുന്നത്. അങ്ങനെയാണ് ഞാനും വാർത്തകളിൽ അറിഞ്ഞത്. കള്ളം വിജയൻ്റെ ഇത് വലിയ വിവാദം. അതിന് വിവാദമായതൊന്നുമില്ല. അവരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. എൻ്റെ പേരിതാണ്. അപ്പം അത് വെച്ച് അവർ എടുത്തുകൊണ്ട് പോയി. അവർക്ക് മാറ്റിയും വേണമെങ്കിൽ വിജയൻ എന്ന് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ എനിക്ക് വിഷമമില്ല. നമുക്ക് അങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു പത്രത്തിൽ വന്ന് നമ്മൾ അങ്ങനെ ഒരു ഫേമസ് ആവേണ്ട കാര്യം കൂലി വേലക്കാരൻ എന്തോന്ന്. അപ്പം അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. പലരും എടുക്കുന്നുണ്ട്, പലരും കൊണ്ടുപോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേശാഭിമാനിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സാങ്കേതിക തടസ്സമെന്ന് പറഞ്ഞു വന്നാൽ അത് പത്രങ്ങളും കാര്യമല്ല, തടസ്സങ്ങളുണ്ടാവാം. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കാനും പോയിട്ടില്ല. ചേട്ടന് പാർട്ടിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ?
അല്ല പാർട്ടി എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അമിതമായ പാർട്ടി വിശ്വാസം അത് ഇലക്ഷന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ എന്റെ പാർട്ടി മെമ്പർ ഒന്നുമല്ലല്ലോ. അല്ലല്ലല്ല. സമിതിയിൽ വന്ന സമയത്ത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന നാടക കലാകാരനോട് ഒരു ആർട്ടിക്കിൾ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എഴുതി കൊടുത്തു. അല്ല അവര് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാം എഴുതി എടുത്തോണ്ട് പോയി. ചേട്ടൻ പറഞ്ഞു കൊടുത്ത് അവർ എഴുതി എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ കാണിച്ചു കൊടുത്തു ഇന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്, പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള കള്ളം വിജയൻ എന്നാണ്. അപ്പൊ അതേപോലെ തന്നെ അവർ എടുത്തോണ്ട് പോയി. പിന്നെ അത് അവർക്ക് സാങ്കേതിക തടസ്സം കൊണ്ടിട്ടില്ല. അതൊരു വിഷയത്തിന്റെ കാര്യം ഇല്ലല്ലോ. ഇട്ടില്ല, വന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് വിഷയമില്ല. എനിക്കൊരു വിഷമേ ഉള്ളൂ. ഈ ഒരു പേരിനെ ചൊല്ലി അതിലൊരു സ്റ്റാഫിനെ മാറ്റുകയും അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതം ഇല്ലാതായി പോവുകയും, ഒരു തൊഴിലെന്ന് പറയുന്നത് എനിക്ക് മാനസികമായിട്ട് നമ്മളൊക്കെ എന്നൊരു തൊഴിൽ തേടി നടക്കുന്നവരാണ്. എന്തെങ്കിലും കൂലിപ്പണി കിട്ടിയാൽ പോയി ചെയ്യാമെന്നും പറഞ്ഞ് നടക്കുന്നത്. 500 രൂപ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അതൊന്നും പാടില്ല. അവർ തിരിച്ചെടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു. അതായത് ചേട്ടന്റെ ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക വൈകിട്ട് അതിനകത്ത് ചീഫ് എഡിറ്ററുടെ ജോലി നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് ചേട്ടൻ നല്ല വിഷമമുണ്ട്. അത് വിഷമമുണ്ട്. അത് ഒരു കാരണവശാൽ ചെയ്യാൻ പാടില്ല. പുള്ളിയെ തിരിച്ചെടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേട്ടൻ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് വരികയാണ്. അപ്പൊ അതിനകത്ത് ചേട്ടന്റെ ഈ വിഷയം വന്നിട്ടുണ്ട്. ചേട്ടൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ല, അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യട്ടെ. അതിന്റെ തെറ്റും ശരി അവർ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഈ ജോലി നഷ്ടപ്പെട്ട ആളിനെ തിരിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇദ്ദേഹം കോണ്ടാക്റ്റും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനെ? അല്ല, ഇത് വരാത്തത് കൊണ്ട് എന്നെ വിളിച്ച് ഇന്ന് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ അടുത്തൊരു ദിവസത്തേക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അമ്മ ആയിക്കോട്ടെ, അത് വരണമെങ്കിൽ വരട്ടെ, വന്നില്ലേ വരണ്ട. അതിന് സാങ്കേതിക തടസ്സങ്ങൾ മാറിയിട്ട് കൊടുത്താൽ മതി. സത്യത്തിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതും പറഞ്ഞിട്ടില്ല. ഈ ഞായറാഴ്ച വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ഇത് എങ്ങനെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത്? അതെനിക്കറിയാൻ വയ്യ. ഒന്നും അറിയില്ല. അതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഓൺലൈനിൽ കൂടെ വലിയ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കറിയാൻ വയ്യ. ഞാൻ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കഥ അറിയുന്നത്. പക്ഷെ ചേട്ടൻ വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഇത് പോയി. കാരണം CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരായിരിക്കുന്ന യുവ നേതാക്കന്മാരായിരിക്കുന്ന പല ആൾക്കാർ ഇത് വലിയ പ്രശ്നമാക്കി എടുത്ത് പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ വലിയ വിഷയങ്ങളാക്കിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നോട് വന്നൊരു ആർട്ടിക്കിൾ ചോദിച്ചു, ഞാൻ എഴുതിപ്പോലും കൊടുത്തില്ല, ഞാൻ പറഞ്ഞത് അവരെഴുതിയെടുത്തു, കള്ളൻ വിജയൻ എന്ന പേരിൽ അവർ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കള്ളൻ വിജയൻ എന്നുള്ളതിനകത്തുനിന്ന് ആ കള്ളൻ മാറ്റിയിട്ട് വിജയൻ എന്നാക്കി വെച്ചാലും കുഴപ്പമില്ലായിരുന്നു. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ലേ? അതെ, വിജയൻ എന്ന് കൊടുത്താലും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്താ പ്രശ്നം? അവര് കള്ളം വിജയൻ, പക്ഷെ പത്രങ്ങളിൽ വന്ന കള്ളം വിജയനാണ്, അത് തന്നെയാണ് ഞാൻ കൊടുത്തത്. അപ്പൊ അവര് അത് ഏത് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചിലപ്പോൾ വായിക്കണേ വായിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അതിന് സമയമില്ലല്ലോ. നമ്മൾ കൂലിവേലക്കാരനല്ലേ, നമ്മൾ ഇറങ്ങിപ്പോകും. ആരെങ്കിലും പറയുന്ന അതിൻ്റെ ഇങ്ങനെ പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളതെടുത്ത് നോക്കും, അത്രേ ഉള്ളൂ. അല്ല അതിനകത്ത് ഒരു ചർച്ചയ്ക്കോ ഒരു പിന്നെ പ്രശ്നത്തിനോ ഒരു തൊഴിലില്ലാതെ കളയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് വിഷയം. ചേട്ടാ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നതിന് തുടർന്നിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് ചേട്ടൻ ഈ പുല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തിപ്പാറ ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരൊക്കെ ചോദിക്കുന്നു, എന്തുകൊണ്ട് കള്ളം വിജയ നിന്റെ പേര് പത്രത്തിലൊക്കെ വന്നല്ലോ, ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവിടെ നിരന്തരം ചാനലുകാരും ഒക്കെ വരുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ അവർ സ്ഥിരമില്ല നിസ്സാര കണക്ക് വിളിച്ചു പോയ ഒരു പേരിന് ഇത്രയും പ്രസക്തി ആയിപ്പോയോ എന്നാണ് അവർ അന്തം വിട്ടിരിക്കുന്നത്. അന്ന് ഒരു ചാനലുകാർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പഴയ വാർഡ് മെമ്പർ എന്നാ കള്ളൻ എവിടെ പോണ് എന്നാണ് ചോദിച്ചത്. അത് കറക്റ്റ് അവരെടുത്തോണ്ട് പോയി അത് ഇട്ടിട്ടുണ്ടത്. അപ്പൊ അതാണ് ഇവിടുത്തെ നാട്ടുകാർ എന്നെ വിളിക്കുന്നത്. കള്ളൻ എവിടെ പോകണമെന്ന് അത് വ്യക്തമായിട്ട് അതിൽ കിടപ്പുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെ വിളിക്കൂ, കള്ളൻ എവിടെ പോകണം. എൻ്റെ ഭാര്യയെ വിളിക്കുന്നത് കള്ളൻ്റെ പെണ്ടാട്ടി പോകണമെന്നാണ് പറയുന്നത്, കള്ളൻ്റെ പെണ്ണു പോകണം എന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് അഭിമാനമാണ്. നമ്മളത് ഒരു മോഷ്ടാവായിട്ടല്ലല്ലോ നമ്മൾ അത് കള്ളനെന്ന് വിളിക്കുന്നത്. നമ്മൾ കൊച്ചിലെ ഇങ്ങനെ ഒരു ഇടം പേര് ആർക്കെല്ലാം എന്തെല്ലാം പേര് വീഴുന്നു, അതേപോലെ വീണ് പോയ ഒരു പേരാണ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഒരു പേര് മറ്റാർക്കും കാണൂല ഇത്. അപ്പൊ ചേട്ടൻ്റെ നാട്ടുകാരും വീട്ടിലുള്ള ഭാര്യയും അച്ഛനും അമ്മയും എല്ലാം കള്ളൻ തന്നെയാണ് വിളിക്കുന്നത്? തീർച്ചയായിട്ടും. എൻ്റെ 3.5 വയസ്സായ ചെറുകുട്ടി കള്ളപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. അത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കാം. കുമാരി ഇങ്ങോട്ട് ഒന്നാണ് അവരൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടു. എന്തിനാണ് ബോധ്യപ്പെടുത്താനുള്ളത്? നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെടുത്താൻ. എന്നെ ഇവിടെ ആൾക്കാർ വിളിക്കുന്നത് എന്തെന്നാണ്? എല്ലാരും വിളിക്കണം കള്ളൻ എന്നാണ് വിളിക്കണം. അങ്ങനെ ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾ തേമ്പാമൂട് വന്നിട്ട് വിജയൻ എന്ന് തിരക്കുക ഏത് വിജയൻ എന്ന് ചോദിക്കും, പക്ഷെ കള്ളൻ എന്ന് തിരക്കുക ആരെന്ന് ചോദിക്കൂല. അവരപ്പോഴേ വീട് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞു തരും.
അതും തേമ്പാമൂട് എത്രയും മൈൽ ദൂരെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ തിരക്കണം എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ്. കൊച്ചിലേ അവർ തള്ളയും തന്തേ പിന്നെ ചേട്ടനും ഇട്ട പേരാണ്. അത് ഇവിടെ മൊത്തവും അത് തന്നെയാണ്. ഇവിടെ ഏതൊരു കൊച്ചു കുട്ടിയുടെ ചോദിച്ചാലും കള്ളമാമ എവിടെ വെക്കളെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. പക്ഷെ വിജയൻ മാമ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ല. അവരൊക്കെ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് വിജയന്മാരുണ്ട് ഇവിടെ. പക്ഷെ ഇത് ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചി എങ്ങനെ വിളിക്കുന്നത്? ഞാൻ കള്ളയെണ്ണാന്നാണ് വിളിക്കുന്നത്. ഞാൻ കൊച്ചിലേ കണ്ടു വളർന്നതാണ്. അന്നേ ഞങ്ങൾ കള്ളയെണ്ണാന്ന് വിളിച്ചാണ് ഉള്ളതാണ്. ഞങ്ങൾ തൊട്ടയിലോണ്. അപ്പൊ ഞങ്ങൾ കൊച്ചിലേ അങ്ങനെ കണ്ട് വളർന്ന് അന്നങ്ങനെയാണ് വിളിച്ചു വരുന്നത്. അതിൽ വേറെ പ്രത്യേകത ഒന്നും നമുക്ക് ഇന്നുവരെയും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ ചേച്ചിക്ക് എന്താ തോന്നിയത്? ഇത്രയും ചാനലുകാരൊക്കെ കൂടെ വന്നപ്പോൾ ഒന്നും തോന്നില്ല. എനിക്ക് നമുക്ക് അത്ഭുതമാണ്. നമ്മൾക്ക് ഈ നാട്ടുകാർ മൊത്തം വിളിക്കണ ഒരു പേരിനെ ചൊല്ലി ഇത്രയും ഒരു ഫേമസ് ആയെന്ന് പറഞ്ഞപ്പോ നമുക്ക് അത്ഭുതമാണ്. ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലേ? നമ്മള് സാധാ മനുഷ്യരല്ലേ. നമ്മള് ജോലി ചെയ്ത് നമ്മള് കാറ്ററിങ്ങും കാര്യങ്ങളും ജോലിക്ക് ഇറങ്ങി പോകണം, കൂലിവേലയൊക്കെ ചെയ്ത് നമ്മളങ്ങ് കഴിഞ്ഞു പോണതാണ്. ഇതിപ്പോ 2-3-4 ദിവസം കൊണ്ട് അതെ. ചേട്ടനൊരു 40 വർഷത്തെ നാടക ജീവിതമുണ്ട്. അതിനകത്ത് പോലും ഫേമസ് ആവാത്ത ചേട്ടൻ ഈ ഒരൊറ്റ ആർട്ടിക്കിൾ കൊണ്ടിട്ട് ഇന്ന് പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ് സംസ്ഥാനം. അതിനകത്ത് പോലും ചേട്ടന്റെ പേര് ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഭയങ്കരമായ പോയി. അതിനു വേണ്ടി ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എല്ലാരും വന്ന് ഇതേപോലെ ഇന്റർവ്യൂ എടുത്ത് പോവും. അതുപോലെ അണ്ണനും വന്ന് എടുത്ത് പോയി. ഒരാള് വന്ന് ഇങ്ങനെ എടുത്തു പോയി. ഇത്രയും വിവാദമാവുമെന്ന് നമുക്കൊന്നും അറിഞ്ഞില്ല. ഒരു പേര് നിസ്സാരം ഒരു പേര്. ഇതിലൊന്നും അവൻ നമ്മൾ നോക്കിയിട്ട് ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെ തമാശയാണ്. ഈ മനുഷ്യൻ എല്ലാം തമാശയായിട്ട് കാണുന്ന മനുഷ്യനാണ്. എല്ലാവരുടെയും ചുമ്മാ വെറുതെ തമാശയും പറഞ്ഞ് നടക്കണമെന്നാണ്. അതാണ് ഏറ്റവും കൂടുതലും കള്ളൻ എന്നുള്ള ഒരു ഇത് അവരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ നാട്ടുകാർക്ക്. പാർട്ടി പരമായിട്ട് ഇത് മാറിയപ്പോ എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? അത് പേടിക്കാൻ എന്താ? നമ്മൾ ആരെങ്കിലും പിന്നെ കൊലപാതകം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ ഭയക്കാൻ തോന്നുന്നു. അത് വെറും പേരല്ലേ. അതിന് അത് അവരല്ലേ എടുത്തിട്ട് ഇതിനെ ഇത്രയും വഷളാക്കണത്. നമ്മളായിട്ട് ഇതൊന്നും ഇല്ലല്ലോ. അത് വേണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണ്ട. അതിപ്പോ ഒരാളിന്റെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ഒന്നും ചെയ്യണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഇതിപ്പോ അവരെ എടുത്തു പോയി അവർക്ക് വേണോ അങ്ങ് ചപ്പി കളയാം. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അവര് കളഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും വിഷയങ്ങൾ വേണ്ടായിരുന്നു. എഡിറ്ററുടെ ജോലി പോയതിനകത്ത് ചേച്ചിക്ക് വിഷമമുണ്ട്. നമ്മൾ വിചാരിച്ച ഒരാൾക്ക് ഒരു നേരം തന്നെ കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ ഒരു നിസ്സാര പേര് അതിനെ ചൊല്ലി ഒരാളിന്റെ ജോലി പോണെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ മനുഷ്യൻ. അത് വേണം ആദ്യം കരുതാനുള്ള. ഒരു പേരിന്റെ പേരിലേ അതോ എവിടെയോ കിടക്കണ ഒരു മനുഷ്യന്റെ വേറെ നിസ്സാര ഒരു പേരിന്റെ പ്രശ്നം വെച്ച് ഒരാളിന്റെ ജോലി പോണെന്ന് പറഞ്ഞാലേ അവരെ കൊണ്ട് ജീവിക്കണ എത്ര മനുഷ്യർ കാണും. ആ ഒരു മനുഷ്യനെ കൊണ്ട് ജീവിക്കണ എത്രയോ പേര് അവരെ കുടുംബത്ത് കാണും. അതൊക്കെ വേണ്ടി നോക്കാനുള്ളത്. ഇത് വെറും നിസ്സാര കാര്യങ്ങൾക്ക് അങ്ങ് പറഞ്ഞ് ജോലിയൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ ഇതില്ല വെറും ഇല്ല എന്തെന്ന് പറയണമെന്ന് നമുക്ക് അതിശയമാണ് ഇത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പാർട്ടി നേതാക്കന്മാരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ഇപ്പൊ ചൊല്ലി ഒരു വിഷയം വരരുത്. ഇത് ഇന്ന് ഈ മനുഷ്യന്റെ മരണകാലം വരെ ഉള്ള പേരാണ്. അതിനി ഈ പാർട്ടിക്കാർ വിചാരിച്ചാലോ മറ്റൊരാൾ വിചാരിച്ചാലോ മാറ്റാൻ പറ്റൂല. നാട്ടുകാർ വിളിക്കണ പേരാണ്. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റൂല. അത് ഇനി അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം. അതാണ് അയാളെ ജോലിയിൽ വീണ്ടും പ്രവേശിപ്പിക്കണം. നമ്മളെ ഇത് വന്നില്ലെന്നും പറഞ്ഞ് നമുക്കൊരു വിഷമവും ഇല്ല. അതിവിടെ വെച്ച് നമ്മളെ പേരും ഇതെല്ലാം സപ്ലിമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിയെ തിരിച്ചെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് ഒരാളിൻ്റെ അന്നം മുട്ടുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരാൾക്ക് അന്നം വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. നമ്മൾ കൂലിവേലക്കാരനാണ്. അപ്പോൾ അവരെ തിരിച്ചെടുത്ത് അത് നല്ല രീതിക്ക് അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകർ എല്ലാവരും കള്ളൻ വിജയൻ ചേട്ടനെയും വിജയൻ ചേട്ടൻ്റെ കുടുംബത്തെയും കണ്ടല്ലോ. ഇതാണ് കള്ളൻ വിജയൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും പ്രേക്ഷകരോട് മലയാളികളോട് പറയാനായിട്ടുള്ളത്. പലതരത്തിലുള്ള വിവാദങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്കൊന്നും തന്നെ അറിയില്ല. അതേ തുടർന്ന് പല ആൾക്കാരുടെ ജോലികൾ തെറിക്കുന്നു. അതോടൊപ്പം തന്നെ പല ആൾക്കാരെയും ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഇതാണ് വാസ്തവം, ഇതാണ് യാഥാർത്ഥ്യം. പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് വിവാദങ്ങൾക്ക് പിറകിലും മുൻപിലുമായി ഇങ്ങനെ കുറച്ച് മുഖങ്ങളും കുറച്ച് ജീവിതം കൂടിയുണ്ട്.